ഗാസയിൽ ആക്രമണം കൂടുതൽ ശക്തമാക്കി ഇസ്രായേൽ സൈന്യം. ഗാസയിലെ സൈറ്റോൺ പട്ടണത്തിലാണ് ഇപ്പോൾ ഇസ്രായേൽ സൈന്യം ശക്തമായ തോതിൽ ആക്രമണം നടത്തുന്നത്. നേരത്തെ ഇസ്രായേൽ സൈന്യം നടത്തിയിരുന്നത് വ്യോമാക്രമണമാണ് എങ്കിൽ ഇക്കുറി അത് കര ആക്രമണമാക്കി മാറ്റിയിട്ടുണ്ട്. അതിൻ്റെ പ്രധാന കാരണങ്ങളിലൊന്ന് അമേരിക്കയിൽ നിന്നുള്ള എതിർപ്പ് തന്നെയാണ്. അമേരിക്ക തങ്ങൾ നൽകിയ ആയുധങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നിരപരാധികളെ കൊലപ്പെടുത്തിയാൽ പിന്നീട് അങ്ങോട്ട് ആയുധ വിതരണം ഉണ്ടാകില്ല എന്ന് നേരത്തെ മുന്നറിയിപ്പ് നൽകിയിരുന്നു. അതുകൊണ്ടാണ് ഇക്കുറി കരഭാഗത്ത് നിന്ന് ആക്രമണം നടത്തുന്നത്. സൈറ്റോൺ നഗരത്തിൽ ഹമാസിൻ്റെ ഒരുപാട് ശക്തികേന്ദ്രങ്ങളുണ്ട്. ഹമാസിൻ്റെ പല നേതാക്കളും ഇവിടെ ഉള്ളതായും ഇസ്രായേലിനറിയാം. അതുകൊണ്ട് തന്നെ ടാങ്കുകളും മറ്റ് ആയുധങ്ങളൊക്കെ ഉപയോഗിച്ചുള്ള ശക്തമായ ആക്രമണമാണ് ഇപ്പോൾ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഹമാസുമായി ബന്ധമുള്ള നിരവധി കെട്ടിടങ്ങൾ ഇതിനോടകം തന്നെ സൈന്യം ഇടിച്ചു നിരത്തിയിട്ടുണ്ട്. മാത്രമല്ല ഇവിടെയുള്ള പല ഭൂഗർഭ തുരങ്കങ്ങളും ഇതിനോടകം തന്നെ തകർത്തു കഴിഞ്ഞു എന്നാണ് ഇസ്രായേൽ സൈന്യം അവകാശപ്പെടുന്നത്. വ്യോമാക്രമണം നടത്തിയാൽ നിരപരാധികൾ കൊല്ലപ്പെടും എന്നുള്ള ഒരു പ്രശ്നം നേരത്തെ പലവട്ടം പല രാജ്യങ്ങളും ഉന്നയിച്ചിരുന്നത് കൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഈ കര വഴിയുള്ള ആക്രമണം നടത്തുന്നത്.